ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധിച്ചിരുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട സിസ്സാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ വിവാഹത്തിൻ്റെ വാതിൽ തുറക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് തക്ക വാതിൽ തുറക്കേണ്ടതിനായിട്ട്, ദൈവഹിതമായിട്ടുള്ളൊരു ബന്ധം വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഓരോരുത്തരും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആത്മാവിൽ കാണുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ പല മാതാപിതാക്കളും ഇതേ ആവശ്യത്തിൽ പ്രാർത്ഥിക്കുന്നു, അവരുടെ തലമുറയുടെ വഴി തുറക്കേണ്ടതിനായിട്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വഴി കർത്താവ് തുറക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി അവൻ്റെ വഴി തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ കർത്താവേ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇവൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വഴി തുറക്കാൻ പോകുന്നതിനായിട്ട് കർത്താവേ, അങ്ങ് ഈ മകളെ കാണുമ്പോൾ തന്നെ തക്ക തുണയും അങ്ങ് കണ്ടതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഈ ഭൂമിയിൽ അങ്ങാക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതിയിരിക്കുന്നതിനാൽ കർത്താവെ, അങ്ങയുടെ കരുതലിൻ്റെ കരം വെളിപ്പെട്ട് വരണമേ അപ്പ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഓരോ ദൈവങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശു കടക്കാരനല്ലാത്തതിനാൽ, ദൈവം വാക്കുമാറാത്തവനാൽ കർത്താവെ, ഞങ്ങളുടെ കരം വെളിപ്പെടണമേ അപ്പാ. യേശുവെ, തിരുരക്തത്തിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മകള് അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന തൻ്റെ അത്ഭുത വഴിയെ, അത്ഭുത സാക്ഷ്യത്തെ ദൈവം തുറക്കണമേ അപ്പ. ദൈവത്തിൻ്റെ കരം ഈ മകൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വാക്കുമാറാത്തവനാകൽ ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേകായിരങ്ങൾക്ക് ദൈവം വഴി തുറന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനാ വിഷയമായി അങ്ങയുടെ പാദപീഠത്തിലോട്ട് വരുമ്പോൾ, അങ്ങയെ ആശ്രയിക്കുമ്പോൾ അങ്ങ് കടക്കാരനല്ലെന്ന് വെളിപ്പെടുത്താൻ തക്കവണ്ണം അങ്ങയുടെ നാമം അത്ഭുതമെന്നാകിയാൽ കർത്താവെ, ഇപ്പോൾ തന്നെ ഈ മകൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി അങ്ങ് തുറക്കുന്നതിനായി നന്ദി കർത്താവെ. അങ്ങ് വിശ്വസ്തനാകിയാൽ, അങ്ങ് വാക്കുമാറാത്തവനാകിയാൽ അങ്ങയുടെ ആ സ്നേഹം ഈ മകളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. തക്ക തുണ എന്നുള്ള ആ വാതിൽ, തക്കതായ കരുതൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കർത്താവെ, ദൈവഹിതത്തിലുള്ള ആ വിവാഹത്തിൻ്റെ വാതിലങ്ങ് തുറന്നതിനായി നന്ദി. ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാക്കണമേയപ്പ. എൻ്റെ ദൈവം കടക്കാരനല്ലെന്നുള്ളത് വെളിപ്പെടുത്തണമേയപ്പ. സ്വർഗം അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരുണയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വലിപ്പം, ദൈവവചനത്തിൻ്റെ ആഴം നാം തിരിച്ചറിയണം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കേൾക്കുന്ന വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ആദ്യം മുതലുള്ളതാണ്. അല്ലെങ്കിൽ അതേ നിലയിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന വചനം ദൈവത്തോളം ശക്തിയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന് നിൻ്റെ പാതകളെ തുറക്കാൻ പറ്റും. കാരണം ഈ വചനത്തിന് ജീവനുണ്ട്. ഈ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ജീവനുണ്ട്. ഈ ജീവൻ ഇന്ന് അനേകരുടെ മേളിലേക്ക് പകരപ്പെടാൻ പോകുകയാണ്. എങ്ങനെയാണ് പകരപ്പെടുന്നത്? 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അപ്പോൾ ഇന്ന് അനേക സ്ഥലങ്ങളിൽ നോക്കിയാൽ നിങ്ങളും ഈ മീഡിയ മാർഗത്തിൽ ഇതൊരു കേൾവിയാക്കി മാത്രം തീർക്കരുത്. കാരണം വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയക്കപ്പെട്ട വചനത്തിൻ്റെ പ്രത്യേകത 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ, അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ എന്ന് യേശയ്യാവ് 55 പറയുമ്പോൾ ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയുകയാണ്, ഏത് പാറയും തകർക്കുന്ന ചുറ്റികലായ ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, വചനത്തിന് ബന്ധനമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം എവിടെ നിന്നാണോ ശ്രദ്ധിക്കുന്നത്, നിൻ്റെ പാതയെ തുറക്കുന്ന, നിനക്ക് വെളിച്ചം പകരുന്ന, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കരകയറ്റുന്ന ആ വചനം അയക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതാ നിൻ്റെ വിഷയത്തിനകത്തൊരു മറുപടി വരാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കേൾവിയാക്കി മാത്രം തീർക്കരുത്, ഇത് പ്രതികരിക്കണം. പ്രതികരിക്കുന്നതിന് വേണ്ടി ദൈവശബ്ദത്തിനകത്ത് പ്രതികരിക്കുന്നതിന് വേണ്ടി പടക നിറയുന്നത് കാണാൻ പറ്റും. ദൈവശബ്ദത്തിൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കാനാവിൽ പച്ചവെള്ളം വീഞ്ഞായതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ പ്രതികരിക്കാമെങ്കിൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ പൊളിഞ്ഞ് ഇതാ നീ പുറത്തു വരാൻ പോവുകയാണ്. നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന കാരാഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കാലാവധി പറഞ്ഞ് ചില വ്യക്തികളെ ചില കുടുംബത്തിലെ അടച്ചിരിക്കുന്നത് ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ആരാധനയുടെ ശക്തിയാൽ ഇതാ പുറത്തു വരാൻ പോവുകയാണ്. ആത്മാവിൽ പ്രതികരിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരാഴം പറയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് നിങ്ങൾ പ്രതികരിക്കണം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷത്തിൽ മാറിൽ കിടന്നവനാണ്. ആ മാറിൽ കിടന്നവനെ ഇതാ ലേഖനത്തിനകത്ത് കൊണ്ടുവന്നു. ലേഖനത്തിനകത്ത് നിന്ന് 3 ലേഖനങ്ങൾ കഴിഞ്ഞിട്ടും അവൻ തീർന്നില്ല. ഹല്ലേലൂയ. ഇതാ അവനെ കൊണ്ട് ദൈവം വെളിപ്പാടിലേക്ക് കൊണ്ടുവരികയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം വരാനുള്ളത് അവനെ കൊണ്ട് ദൈവം ഇതാ എഴുതിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ യോഹന്നാനോട് ചേർന്ന് പറയും, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം. ഇതാ ലേഖനത്തിൽ യോഹന്നാൻ വചനത്തെക്കുറിച്ച് പറയുകയാണ്, ആദ്യം മുതലുള്ളതാണ്. 2 ഞങ്ങൾ കേട്ടതാണ്. 2 ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതുമാണ്. അടുത്തത് പറയുന്നു, ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം. അപ്പോൾ ഇന്നൊരു കേൾവിക്ക് മാത്രമായി നിൽക്കരുത്, നിങ്ങൾക്ക് ഈ വചനം തൊടാൻ കഴിയും. 12 വർഷമായി രക്തസാവസ്ത്രി പറഞ്ഞുകൊണ്ട് തൊട്ടതുപോലെ ഈ വചനം തീരുന്നതിന് മുമ്പേ ചിലവരുടെ ജീവിതത്തിനകത്ത് സൗഖ്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ വെളിപ്പെടുന്നത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കണം. കാരണം ഇരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12 വാക്യം പറയും, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ നിവർത്തീകരണം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കാൻ പോകുന്നു. ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് ജോലിയുടെ വാതിലുകൾ തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ ഇത് ശ്രദ്ധിക്കണം. കാരണം ഇത് ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പോസ്തലൻ്റെ ഭാഷയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് സർവായുധ വർഗം ധരിക്കണം. സർവായുധ വർഗം എന്ന് പറയുമ്പോൾ 6 കാര്യങ്ങളാണ് പറയുന്നത്. 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ ഫിക്സഡ് അല്ലെങ്കിൽ കെട്ടിമുറുക്കുന്നത് പോലാണ്. രക്ഷ എന്ന ശിരസ്ത്രവും സമാധാനത്തിൻ്റെ സുവിശേഷം എന്ന ചെരുപ്പും സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ചു. അപ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് അതേപോലെ രക്ഷ എന്ന ശിരസ്ത്രം ഇട്ടുകൊണ്ട് സുവിശേഷം എന്ന സമാധാനത്തിൻ്റെ ചെരുപ്പ്. അപ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഫിക്സ്ഡ് ആണ്, അത് ചലിക്കാൻ പറ്റത്തില്ല, അത് കെട്ടിമുറുക്കുകയാണ്. എന്നാൽ അതിനകത്ത് 2 കാര്യങ്ങൾ ആക്റ്റീവാണ്. 1 വിശ്വാസത്തിൻ്റെ പരിച, 2 വചനം എന്ന വാൾ. ഒരു വ്യക്തിയിൽ ആ വ്യക്തി ചലിക്കുന്നു അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് ആ വ്യക്തിയുടെ വിശ്വാസത്താലാണ്. റോമാലേഖനം 10-ാം അധ്യായം 17 വാക്യം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരികയാണ്. വിശ്വസിക്ക് വചനത്തിൻ്റെ കേൾവി ഇതാ ചിലവരെ വിശ്വാസത്തിലേക്ക് നടത്തുകയാണ്. ചിലവരെ ജീവിതത്തിനകത്ത് ലാസറെ പുറത്തു വാ എന്ന് പറയുന്നത് പോലെ തന്നെ അധികാരത്തിൻ്റെ ശബ്ദങ്ങൾ ഇന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. എഫേദാ തുറന്നു വരട്ടെ, ചിലതിൻ്റെ മേളിൽ ചിലത് തുറന്നു വരാൻ പോവുകയാണ്. ആത്മാവിൽ പ്രതികരിക്കുക. നിൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചിലത് തുറക്കാൻ പോകുന്നു. ഒന്നുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ. കാരണം വചനം എന്ന വാളാണ് നിൻ്റെ ഇരിക്കുന്നത്. ഡോറുകളെ തുറക്കാൻ, അസാധാരണമായ ദൈവപ്രവൃത്തികളെ വിളിച്ചു വരുത്തുവാൻ നിനക്ക് കഴിയും. ഏത് എക്സ്റേ രശ്മികളെക്കാൾ വലിപ്പമുള്ള ദൈവ
ദൈവത്തിൻ്റെ വചനം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. എന്നെ കേൾക്കുന്നൊരു അനുഭവം പറയാം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു സഹോദരി, ഹല്ലേലൂയ, ആ സഹോദരി ക്യാൻസറുമായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ, ബ്രസ്റ്റ് ക്യാൻസറുമായിട്ടാണ് വരുന്നത്. ആ സഹോദരി കുണ്ട്രയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ആ സഹോദരി ഒരു വലിയ ചെക്കപ്പ് റിസൾട്ടുമായിട്ടാണ് വരുന്നത്. മാമോഗ്രാമിന് വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർമാർ പറയുകയാണ്, ശരീരം മുഴുവൻ ഇത് വ്യാപിക്കുന്നത് പോലെ തോന്നുന്നു, നിങ്ങളുടെ കിഡ്നിക്കകത്ത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ശരീരത്തിനകത്ത് 4 ഏരിയകളിലേക്ക് ഇത് സ്പ്രെഡായി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മടുത്തതുപോലെ ആ സഹോദരി കരഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. അറിയാം, അവളെ ആ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി തൊട്ടു. ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ആ സഹോദരി സൗഖ്യമാകുകയാണെന്നുള്ളത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും പോയി റിസൾട്ട് എടുത്തപ്പോൾ ഹല്ലേലൂയ, ഇനി കീമോയോ മറ്റു റേഡിയേഷനുകളോ ഒന്നും വേണ്ട ആവശ്യമില്ല. കാരണം അത് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ചിലവരെ തോടും. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. അസാധാരണമായ ദൈവത്തിൻ്റെ കരം ചിലവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ സഹോദരി അടുത്ത ടെസ്റ്റ് അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന ക്യാൻസർ വളരാത്തതാണ്, അത് ചലനമറ്റതാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ ദൈവ സാന്നിധ്യം ചിലവരെ തൊടാൻ പോവുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വന്ന ആ സാക്ഷ്യം കേൾക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ വലിയ കരം ഇപ്പോൾ തന്നെ ചിലവരെ തൊടുന്നു. ഞാൻ ഒന്നുകൂടെ ആത്മാവിൽ വിളിച്ചു പറയും, അറിവിനേക്കാൾ വലുതാണ് അനുഭവം. അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത്. 2016 അവസാനത്തിൽ ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, ബെൻസീർ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നെ നോക്കി വിളിച്ചു പറയുന്നത്, ഇനി ഒത്തിരി ജീവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഹല്ലേലൂയ, ശരീരത്തിനകത്ത് അവയവങ്ങൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. ആ നിലയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഡോക്ടർ 30 ദിവസം വിധി എഴുതുമ്പോൾ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഇന്നും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യത്തോടെ ജീവിക്കുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രതികരിക്കാൻ പറ്റുന്നവരുടെ പ്രതികരിക്കുക. ജീവിതത്തിൽ അറിവിനേക്കാൾ വലുതാണ് അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്, നമ്മുടെ ദൈവം കരുതുന്നവരാണ്. ഹല്ലേലൂയ. ഒരു ഭക്തൻ കരുതലുകൾ കണ്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. വിഷമിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഏലിയാവിൻ്റെ കാക്ക ഇന്നും പറക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരും പറയാം, കാക്ക ആർക്കും അപ്പം കൊടുത്ത ചരിത്രമില്ല. പക്ഷേ ഭക്തരായ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ഇതാ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുന്ന പറഞ്ഞാൽ ആ പട്ടണത്തിൽ ആർക്കും വേണ്ടിയും ഒന്നും ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിനക്ക് വേണ്ടി വഴി തുറക്കും. കാരണം എൻ്റെ ദൈവം ഏലിയാവിൻ്റെ ദൈവമാണ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് 5-7 വാക്യത്തിൽ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലേക്ക് ഇട്ടുകൊള്ളുവിൻ. ഞാൻ ആഴമായി ശ്രദ്ധിച്ചു. പത്രോസ് ഈ ലേഖനത്തിൽ ഈ വാക്യം ഒന്ന് എഴുതാൻ കാരണമെന്ന് പറയുന്നത് പത്രോസിൻ്റെ അനുഭവമാണ്. പത്രോസ് അപ്പോസ്തലൻ എല്ലാം വിട്ട്, പടകും വലയെല്ലാം വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പത്രോസ് അപ്പോസ്തലന് ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. മാർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പത്രോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൻ്റെ ആഴത്തിൽ പറയുകയാണ്, ഞങ്ങൾ സകലതും വിട്ടിറങ്ങിയേക്കുകയാണ്. അതിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് വേണ്ടി കരുതാൻ ആരുമില്ല എന്നുള്ള ആ പരാതി പറച്ചിൽ പോലെയാണ് ആ വാക്യം വെളിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ യേശു കർത്താവ് അടുത്ത 29-ാമത്തെ വാക്യം വളരെ ആഴമാണ്. ശ്രദ്ധിച്ചേ. അതിന് യേശു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, 30-ാമത്തെ വാക്യം, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പത്രോസിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാം വിട്ടിറങ്ങിയേക്ക്, ഇനി ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കരുതുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, എൻ്റെ നാമനിമിത്തമോ സുവിശേഷ നിമിത്തമോ നീ എന്തെങ്കിലും വിട്ടാൽ അത് ഈ ലോകത്തിൽ തന്നെ നിനക്ക് 100 മടങ്ങ് അറിയുക. ആത്മാവിൽ സ്വീകരിക്കുക. ഏതൊക്കെയോ മേഖലകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ബന്ധങ്ങൾ അറ്റുപോയവർ, ഒറ്റയ്ക്ക് ആ കുടുംബത്തിൽ യേശുവിനെ അറിഞ്ഞിറങ്ങി ഇന്ന് പലവരും നിങ്ങളെ വീട്ടിനകത്തുനിന്ന് പുറത്താക്കി അറിയുക. എല്ലാ വരുമാനങ്ങളും അടഞ്ഞതുപോലെ പലവരും കണ്ണുനീരിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ദൈവം കരുതുന്നവനാണ്, വാക്കുമാറാത്തവനാണ്. വിശ്വസിക്കുക. ഏതൊക്കെയോ മേഖലകളിൽ സ്വത്തും വീടും അറിയുക, എല്ലാം കുടുംബം എല്ലാം നഷ്ടപ്പെട്ട ആരൊക്കെയോ ഇപ്പോൾ കണ്ണുനീരോടെ കര ഉയർത്തിയ എൻ്റെ കർത്താവ് കടക്കാരനല്ല കേട്ടോ. നീ നിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പോവുകയാണ്. ഞാനിങ്ങനെ ഒന്ന് വിളിച്ചു പറയാം. പല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സ്ഥിതി വരാറുണ്ട്. അറിയാം, ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നുള്ള അനുഭവങ്ങൾ വരാറുണ്ട്. പക്ഷേ അങ്ങനെ ഇന്ന് മനം കലങ്ങി നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിൻ്റെ പടകിൽ കർത്താവുണ്ട്. ഈ മണിക്കൂറുകൾ വിരോധമായി പൊങ്ങി നിൽക്കുന്ന തിരമാല അവൻ അടങ്ങാൻ കൽപ്പിക്കും. വിരോധമായി വീശുന്ന തിരമാലയോട്
കർത്താവ് ശാന്തമാകാൻ കൽപ്പിക്കും. ആ കാറ്റിനോട് അടങ്ങാൻ അവൻ കൽപ്പിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുക. ഞാൻ ഇങ്ങനെ തന്നെ ഈ സമയത്ത് കാണുകയാണ്. ചില മാതാപിതാക്കൾ കണ്ണുനീരോടാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, വളരെ പ്രയാസത്തിലാണ് ഇന്ന് കാണുന്നത്. ഹല്ലേലൂയ. ആദ്യവിശ്വാസം ഇപ്പോൾ ഇല്ലാത്തതുപോലെ, പതറിയതുപോലെ, വിഷമിച്ചതുപോലെ ആത്മാവിൽ ഇങ്ങനെ ഭാരപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, ഹല്ലേലൂയ. നമ്മൾ വെയിറ്റ് ചെയ്യും തോറും നമ്മളെ ടയർഡാക്കും ആ അവസ്ഥകൾ. ആരൊക്കെയോ വിളിച്ചു പറയുന്നു, ആ ജോലി തരാമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഡേറ്റുകൾ മാറിപ്പോവുകയാണ്, അവർ ടയർഡ് ആയതുപോലെയാണ്. ആരൊക്കെയോ സഹായിക്കാമെന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ ഡേറ്റുകൾ നീട്ടുകയാണ്, അവർ ടയർഡ് ആയതുപോലെ. ഹല്ലേലൂയ. ആ ഉന്മേഷം നഷ്ടപ്പെട്ട പോലെ, പതറിപ്പോയതുപോലെ കേൾക്കുകയാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മനുഷ്യൻ പറയുന്ന പോലല്ല, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കാരണം 2 തിമോത്തിയോസ് 2-13 പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും എൻ്റെ ദൈവം വിശ്വസ്തനായി പാർക്കുകയാണ്. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. എന്നെ കേൾക്കുന്നവരെ, കർത്താവിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത. ആത്മാവിൽ സ്വീകരിക്കാമോ? ഈ ബൈബിൾ ശ്രദ്ധിച്ചാൽ യേശുവിനെ കുറിച്ച് അനേക നാമങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അനേക നാമങ്ങൾ വെളിപ്പെടുന്നത് കാണാൻ പറ്റും. യഹോവയെക്കുറിച്ച് അനേക പദങ്ങൾ വെളിപ്പെട്ട് വരുന്നത് കാണാം. അവൻ റാഫയാണ്, സൗഖ്യദായകൻ. അവൻ ഷമ്മയാണ്, അവൻ ജൈറയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ എലോഹീം. ഹല്ലേലൂയ. എൽ ഷദായി, സർവശക്തനായവൻ. എൽ റോയി, എന്നെ കാണുന്നവൻ. ഹല്ലേലൂയ. ഈ തലങ്ങളിലെല്ലാം വിവിധ നാമങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു പദമാണ് യഹോവ നിസി. അവൻ ജയക്കൊടിയാണ്. എവിടേക്കോ ജീവിതം തകർന്നു നിൽക്കുന്ന ചിലരോട് നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, വിവിധ നാമങ്ങളുള്ള കർത്താവ് അവൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം, നിൻ്റെ ആവശ്യത്തിനൊത്തവണ്ണം ഇതാ ദൈവം നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു സ്പർശനത്തിന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു അനുഭവസാക്ഷ്യം നിങ്ങളോട് പറയാം. കവലയിൽ ദിനം പ്രതി വചനം പ്രസംഗിക്കുന്ന ദൈവാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവും വാടകയ്ക്കാണ് താമസിക്കുന്നത്. 2 മക്കളും പ്രായമേറിയവരാണ്. 2 മക്കളും തൻ്റെ ഭാര്യയും താനും അടങ്ങുന്ന കുടുംബത്തിൽ ഹല്ലേലൂയ താൻ 3 മാസം വാടക പെൻഡ് ചെയ്യാൻ. 3 മാസമായപ്പോഴത്തേക്ക് വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, ഉപദേശിയെ, നിങ്ങൾ വാടക തന്നിട്ടില്ല. അദ്ദേഹം കണ്ണുനീരോടെ ആ ഉടമസ്ഥനോട് പറഞ്ഞു, ഒരു 15 ദിവസം കൂടെ നീട്ടിത്തരണം. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ 16ാമത്തെ ദിവസം വീണ്ടും ഉടമസ്ഥൻ വരികയാണ്. തൻ്റെ കയ്യിൽ കൊടുക്കുവാൻ പൈസയില്ല. ഹല്ലേലൂയ. ഉടമസ്ഥൻ പറഞ്ഞു, ഇന്ന് തന്നെ വീട് കാലിയാക്കി തരണം, ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. താൻ മറുത്തൊന്നും പറയാതെ, തനിക്ക് ബാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. 3 ബെഡ്ഷീറ്റുകളിൽ തൻ്റെയും കുടുംബത്തിൻ്റെയും മുഴുവൻ തുണിയും സാധനങ്ങളും കെട്ടിക്കൊണ്ട് താൻ പുറത്തിറങ്ങി തെരുവിലൂടെ നടന്ന് തിരുവല്ലയിൽ ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. ആ തിരുവല്ല ബസ് സ്റ്റോപ്പിൽ ഏകദേശം ഒരു 11-12 മണിയാകുമ്പോൾ വന്ന് ആ സമയത്ത് നോക്കുമ്പോൾ താൻ പലപ്പോഴും ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ധനാട്ടിയൻ അദ്ദേഹം തൻ്റെ വാഹനത്തിൽ ആ റോഡിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഉപദേശിയെ കണ്ടു, കുടുംബത്തെ കണ്ട് അദ്ദേഹം വാഹനം നിർത്തിയിട്ട് ചോദിച്ചു, എന്തിനാ ഉപദേശി ഇവിടെ നിൽക്കുന്നത്? അദ്ദേഹം അന്നേരം പറഞ്ഞില്ല. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. ആ ധനാട്ടിയനായ മനുഷ്യൻ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നതോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ കാണാമെന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ ആ ധനാട്ടിയനായ മനുഷ്യൻ അതേ ബസ് സ്റ്റോപ്പിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ്, തൻ്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട്. താൻ നോക്കുമ്പോൾ രാവിലെ കണ്ട അതേ അനുഭവത്തിൽ ഉപദേശിയും കുടുംബവും ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. താൻ വാഹനം നിർത്തി ഇറങ്ങി. താൻ ഉപദേശിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം? ഉടനെ ഉപദേശി, അല്ലെങ്കിൽ ആ ദൈവദാസൻ തൻ്റെ അവസ്ഥകൾ പറഞ്ഞു. താൻ ഇതേപോലെ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടിരിക്കുകയാണ്, തനിക്ക് മുമ്പിൽ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ സങ്കടത്തോടെ, മനസ്സോടെ തൻ്റെ അവസ്ഥകൾ ആ ധനവാനോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കും എൻ്റെ മക്കൾക്കും ഭവനമുണ്ട്, എൻ്റെ ഭവനത്തിലേക്ക് വരാം. ഉടനെ ഈ ദൈവദാസൻ വിസമ്മതിച്ചു. നിങ്ങളുടെ ഭവനത്തിലേക്ക് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ മൂത്ത മകൻ വിദേശത്താണ്, ഹല്ലേലൂയ, അവൻ്റെ ഭവനം ഒഴിഞ്ഞു കിടക്കുകയാണ്, ആ ഭവനം നോക്കാനായി ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് വരിക, ഉപദേശി ഉറപ്പായും ആ വീട്ടിലേക്ക് വരണം. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ പകുതി മനസ്സായി. കുടുംബവുമായിട്ട് താൻ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. വളരെ സന്തോഷമായി, വളരെ അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു വീടാണ്. ഹല്ലേലൂയ. ക്ഷീണം കാരണമെന്ന് അറിയത്തില്ല. തൻ്റെ ഭാര്യയും 2 മക്കളും രാത്രിയിൽ കിടന്നുറങ്ങി, വളരെ സമാധാനത്തോടെ ഉറങ്ങിയാണ്. ഏറ്റവും കൂടിയ മെത്തയിൽ ഏറ്റവും കൂടിയ കട്ടിലിൽ കിടക്കുമ്പോൾ ഉപദേശിക്ക്, അല്ലെങ്കിൽ ആ ദൈവദാസന് ഉറക്കം വന്നില്ല. താൻ ആ 2ാം നിലയുടെ ബാൽക്കണിയിലേക്ക് വന്നിങ്ങനെ ആകാശത്തിലോട്ട് നോക്കി നിൽക്കുമ്പോൾ തൻ്റെ നാവിൽ വെളിപ്പെട്ട വരികളാണ്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ഹല്ലേലൂയ. എനിക്ക് പാടാൻ അത്രയും കഴിവില്ല. എന്നെ കേൾക്കുന്നവരെ, ആ ഉപദേശി, ആ ദൈവദാസൻ പാടിയ പാട്ടുകളാണ് ഇന്ന് അനേകർ പാടി ആരാധിക്കുന്നത്. കരുതുന്നവൻ ഞാനല്ലോ, കലങ്ങുന്നതെന്ത്
കണ്ണുനീർ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഇന്ന് ഇതേപോലെ സുവിശേഷം പ്രതി, കർത്താവിൻ്റെ നാമം പ്രതി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ മുമ്പിലൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ടാകാം. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾ വിശ്വസിച്ച് ആ നിരാശയിൽ ഒതുങ്ങാതെ ആ ദേവദാസൻ ആ രാത്രിയിൽ ബാക്കി എല്ലാവരും ഉറങ്ങിയാലും അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ പ്രസംഗിക്കുന്ന എളുപ്പമാണ്. 2 മക്കളുമായി, 2 പെൺമക്കളുമായി തൻ്റെ ഭാര്യയുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് മുമ്പിൽ നോക്കിയാൽ ഒന്നുമില്ല. ഇനി ആരെ കരുതുമെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ദൈവം കരുതിയത് കണ്ടപ്പോൾ, തൻ്റെ ഭാര്യയും തൻ്റെ 2 മക്കളും ഏറ്റവും അനുഗ്രഹത്തോടെ ഏറ്റവും കൂടിയ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല. അവൻ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം പറയുന്ന വരികളാണ്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്നെ കേൾക്കുന്നവരെ കർത്താവ് കൈവിടത്തില്ല. കർത്താവിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഭാരപ്പെടരുത്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. പത്രോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. പല സമയങ്ങളിൽ എല്ലാം തീർന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതാ ടാക്സ് കളക്ടർമാർ വന്ന് പത്രോസിനോട് ചോദിക്കുകയാണ്, നിൻ്റെ ഗുരു ഞാൻ കരമടച്ചിട്ടില്ല. ഉടനെ അവൻ എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ വീട്ടിലെത്തുകയാണ്. ഇതാ പത്രോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശു ഒന്നും ചോദിക്കാതെ യേശു അവനോട് പറയുന്ന വാക്കുകൾ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യന്മാരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യന്മാരോടെന്ന് അവൻ പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഇതാ ഈ വചനത്തിനകത്ത് വലിയ ആഴമുണ്ട്. പത്രോസിനോട്, വളരെ ഭാരവും ചുമന്നു വരുന്ന പത്രോസിനോട് അങ്ങോട്ട് തന്നെ യേശു ചോദിക്കുകയാണ്, ഈ ഭൂമിയിൽ ആരാണ് കരമടയ്ക്കേണ്ടത്? പുത്രന്മാരാണോ അന്യന്മാരാണോ? അവൻ ഉറക്കെ പറയുന്നു, അന്യന്മാർ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവൻ്റെ അവകാശത്തിൽ നിൽക്കുന്ന, അപ്പാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്ന, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകാൻ അധികാരം തന്ന അതേ വചനത്തിൽ നിന്നുകൊണ്ട് ക്ലെയിം ചെയ്യും, ഞാൻ അവകാശിയാണ്, ഞാൻ പട്ടിണി കിടക്കത്തില്ല, ഞാൻ അനാഥനായി തീരത്തില്ല. എൻ്റെ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവൻ്റെ മഹത്വം എൻ്റെ മുന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഇപ്പോഴൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാ അവന് വേണ്ടി അവൻ്റെ ചൂണ്ടയിൽ ആ കടലിൽ ആദ്യം കിട്ടുന്ന മത്സ്യത്തിൽ ചതുർധർമ്മ പണം ദൈവം കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി, പത്രോസിന് വേണ്ടി ആര് കരമടച്ചാലും കുഴപ്പമില്ല, പത്രോസേ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കിയ. ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം ഉയരുമോ അത്രത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കണം. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ച തരുന്ന ദൈവമാണ്, സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ആരെയൊക്കെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചലനം ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർന്ന് കണ്ണടച്ചേ. നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും അറിയ വലത് സൈഡിലേക്ക് വലയിറക്കാൻ പറഞ്ഞ കർത്താവ് നിന്റെ വല നിറയ്ക്കാൻ പോവുകയാണ്. ഇതാ നിനക്ക് വേണ്ടി ആ വല വലിച്ച് കയറ്റുമ്പോൾ നീ പിടിക്കാത്ത, നീ കാണാത്ത ചിലത് അവൻ കനലിൽ ചുട്ട് അപ്പവും മീനും കരുതിയിരിക്കുകയാണ്. വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര കരുതലുകൾ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ കണ്ണുകൊണ്ടൊന്ന് അടച്ച്, അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ, ഈ ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാലും കൈവിടത്തില്ലെന്ന് പറഞ്ഞവൻ, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞവൻ ഇതാ നിനക്ക് വേണ്ടി കരുതാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ കാണുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കും. ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ചിലവർ സൗഖ്യമാകുകയാണ്, ആ കിടക്കയിൽ എഴുന്നേൽക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുത്തി. എൻ്റെ ഒരു വസ്തു വിൽക്കാതെ ഒരു 10 വർഷത്തോളം കിടക്കുകയായിരുന്നു. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം വെപ്പ് തന്നെടുത്തന്ന് അത് വീട്ടിൻ്റെ പരിസരത്തെല്ലാം വിതറിയതിന് ശേഷം വിൽക്കാനായിട്ട് ആൾ വന്ന് അത് വിൽക്കുകയും ചെയ്ത് ദൈവത്തെ നാമത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച പാസ്റ്ററിന് കൂടെ നന്ദി പറയുന്നു. ആമേൻ. 10 വർഷമായിട്ട് നോക്കിയിട്ട് നടക്കാത്തത് കർത്താവ് ഉപ്പ് പ്രാർത്ഥിച്ചിട്ടപ്പം അതിനകത്ത് വിലക്കാർ ഇങ്ങോട്ട് വന്നു. ആത്മാവിൽ അതിനൊക്കെ ആഴമായി പറഞ്ഞ വലിയ സാക്ഷ്യമാണ്. അവർ 1 ലക്ഷം രൂപ കുറച്ചാണ് പറഞ്ഞത്. പെട്ടെന്ന് അടുത്തുള്ള ഒരു കുടുംബക്കാർ വന്ന് അതിൻ്റെ ഇടയിൽ കയറി അവർക്ക് വേണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് വേണമെന്ന് പറഞ്ഞതോടെ കുറച്ച് 1 ലക്ഷം രൂപ ഈ പുള്ളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ തരണം, ഞങ്ങൾ കൂട്ടിയേക്കാമെന്ന് പറഞ്ഞു. അവസാനം ഈ ഇടയ്ക്ക് കയറി ഒരു തനി ഏതോ സമയത്ത് മാറിപ്പോയി. അവസാനം തനിക്കത് കിട്ടേണ്ട പൈസ കിട്ടി. ആത്മാവിൽ നിന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ റോയ് പാസ്റ്റർ ഇന്ന് പറഞ്ഞ ആ സഭായോഗത്തിലെ ആ വചനം പോലെ തിരിച്ചു പിടിച്ചൊരു സാക്ഷ്യമാണ്.
ഞാൻ പറയുന്നത്. എൻ്റെ ബ്രദറിൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. മോനൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അപ്പം അവന് ദുബായിലാണുള്ളത്. അപ്പം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വിസ അടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു. ഞാൻ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പുറകെ നടന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. എല്ലാ ഗസറ്റർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോയി. അവരൊക്കെ പറഞ്ഞു ആളില്ലാതെ അവർക്കത് സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ച് കഴിഞ്ഞ തേഴ്സ്ഡേ ഞാൻ ലേറ്റായിട്ട് ഇവിടെ വന്നു. ഞാൻ പാസ്റ്ററെ കണ്ടു, പറഞ്ഞു പാസ്റ്ററെ ഞാൻ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പുറകെ ഓടുക, ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്ററെ എന്ന് പറഞ്ഞ് പാസ്റ്റർ എൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം പാസ്റ്റർ പറഞ്ഞു ഒരു കണ്ണാടി വെച്ചൊരു മനുഷ്യൻ ഇത് സൈൻ ചെയ്ത് തരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ സിസ്റ്ററെ അത് ഒട്ടും ഭാരപ്പെടേണ്ട, അത് നടന്നു കഴിഞ്ഞു, ദൈവം അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാനത് കേട്ടുകൊണ്ട് പോയി, വളരെ സന്തോഷിച്ചു. ഞാൻ മാവേലിക്കരയിൽ പോയി, മാവേലിക്കരയാണ് വീട്. അപ്പം ആ ലൊക്കാലിറ്റിയിലുള്ള ആരെങ്കിലും സൈൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാ ഗവൺമെൻറ് ഓഫീസും കയറി ഇറങ്ങി. അപ്പോൾ എനിക്ക് നിരാശ വന്നു. ഞാൻ അന്നേരം ഓർത്തു, പക്ഷേ ഒരു കണ്ണാടിക്കാരെയും കാണുന്നില്ലല്ലോ. ഞാനിങ്ങനെ കണ്ണാടി നോക്കി നടക്കുക. എന്നിട്ട് ഓരോ ഓഫീസിൽ കയറുമ്പോഴും കണ്ണാടിയൊന്നുമില്ല. ചിലർ പറയുന്നു പറ്റത്തില്ല, ആളിനെ കാണണം. അങ്ങനെ ഇരുന്നപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ഒരു പ്രിൻസിപ്പലിനെ ഞാൻ കണ്ടു. ഞാൻ വെച്ചു ലാസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഞാൻ വെളിയിൽ നിന്ന് നോക്കിയപ്പോഴേ ഒരു കണ്ണാടി കണ്ടു. എൻ്റെ മനസ്സങ്ങ് ഉരുകിപ്പോയി. അയ്യോ, അത്രയും ടെൻഷനും ഭാരവും ഒക്കെ അങ്ങ് പോയി. ഞാൻ ഒന്ന് നോക്കിയാതെ പോലും ഞാൻ ഓടി അങ്ങ് പോയി. ആ ടേബിളിൻ്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോനായിട്ട് അങ്ങ് വന്നു. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ മോനാണ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, പുള്ളി 1 മിനിറ്റും കൊണ്ട് സൈൻ ചെയ്തു തന്നു. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ റോയ് പാസ്റ്ററിന് ഞാൻ താങ്ക്സ് പറയുന്നു, ദൈവത്തിനും താങ്ക്സ് പറയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ മക്കളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ, ദൈവപ്രവൃത്തി ചലിക്കട്ടെ. യേശുവേ, തിരുരക്തത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾ അവകാശികളാണെന്നും അവർക്ക് വേണ്ടിയുള്ള ദൈവ കരുതലുകൾ വെളിപ്പെടുമെന്നും ആ വലിയ സൗഖ്യം വെളിപ്പെടുമെന്നും ആ വലിയ വിടുതലുകൾ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അനേകർ ഈ മിനിസ്ട്രി നിമിത്തം അങ്ങ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നും അനേകരെ യേശു തൊടാൻ പോകുകയാണ്. അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ വാട്സാപ്പിലും നേരിട്ടും വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ജൂൺ മാസം 12, 13, 14 തീയതികളിൽ നമുക്ക് കൊല്ലത്ത് വെച്ച് 72 മണിക്കൂർ പ്രയർ നടക്കുക, കണ്ടിന്യൂ പ്രയർ നടക്കുന്നു. അനേക ദൈവാസന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കാനായി കടന്നു വരുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ഈ 3 ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 ദിവസവും ഉറപ്പുവരുത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ വിളിച്ച് നേരിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വന്നാട്ടെ. ദൈവം നിങ്ങളെ അധികമായി മാനിക്കും. അതേപോലെ തന്നെ തൃശ്ശൂരിൽ, എറണാകുളത്ത്, കുണ്ട്ര, കൊല്ലം, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ വിളിച്ച് നേരിട്ട് കാണാൻ തയ്യാറാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കരുതൽ കാണാൻ പോകുകയാണ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾ യൂട്യൂബിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ അടുത്ത ദിവസം കാണുവരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.